ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് ശേഷം നമ്മുടെ ഈ പറയുന്ന ടൈല് കാര്യങ്ങൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആംഗിൾ കോക്കോ ടാപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷവറോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ആ ഏരിയ, ആ ഷവറിൻ്റെയൊക്കെ ഏരിയ ഭയങ്കരമായിട്ട് ഇളകുന്നതായിട്ട് കാണാൻ പറ്റും. ആടും, അതായത് ജസ്റ്റ് ഇങ്ങനെ ആടി കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്ലഷ് വാൽവിൻ്റെ ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ ആംഗിൾ കോക്ക് ഇടുന്ന ഏരിയകളിലാണെങ്കിലും ആടി കളിക്കുന്നത് കാണാൻ സാധിക്കും. അതങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ ലൈഫിലേക്കാണ് വീട് പണിയുന്നത്. അപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് പതുക്കെ ലീക്കാവാൻ തുടങ്ങും. ആ ലീക്ക് വന്നത് ചുമരിനോടായിരിക്കും അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ലീക്ക് വന്നു കഴിഞ്ഞാൽ പതുക്കെ ടൈല് പൊട്ടിച്ച് അത് ക്ലിയർ ചെയ്യാൻ മാത്രമുണ്ട്. അപ്പോൾ വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ കണ്ടോ, അതായത് നമ്മുടെ ടാപ്പ് അതുപോലെ തന്നെ ആംഗിൾ കോക്കൊക്കെ വരുന്ന ഏരിയകളിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും അവിടെ ഈ പറയുന്ന ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഊരിയെടുക്കുന്നത്. കാരണം തുരുമ്പ് കാര്യങ്ങളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടാണ് ചിലത്. അപ്പം നല്ല ബലം പ്രയോഗിച്ച് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ പറയുന്ന ഏരിയ, അതായത് ത്രെഡ് എൽബോ, മുക്കാൽക്കാര ത്രെഡ് എൽബോ ആണ് വരുന്നത്. CPC ആണെങ്കിലും PVC ആണെങ്കിലും ആ ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ ബലം പ്രയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇളകുന്നതാണെങ്കിൽ ആ പറയുന്ന ചിലപ്പോൾ പൈപ്പിൽ നിന്നും ഈ പറയുന്ന ത്രെഡ് എൽബോ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നൂൽപൊട്ട് വീണ് കഴിഞ്ഞാൽ പോലും അത്രയും പ്രഷർ വരുന്ന സമയത്ത് പതുക്കെ പൊട്ട് വളർന്നതിന് ശേഷം ലീക്ക് കാര്യങ്ങൾ കയറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ തന്നെ പരിക്കിന് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം ആ ഏരിയ. അതായത് നമ്മുടെ മെയിനായിട്ട് മൊത്തം പൈപ്പ് ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്, മൊത്തം പൈപ്പുകൾ ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഇനി അതല്ല, നമ്മൾ ഈ പറയുന്ന ഏരിയകൾ, ഷവറിൻ്റെ ഏരിയ, ഡൈവേർട്ടറിൻ്റെ ഏരിയ, ആംഗിൾ കോക്കിൻ്റെ ഏരിയ, ഈ ഏരിയകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പരിക്കിന് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്ത വിഷയമില്ല. കാരണം ടൈല് ചിലപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് അവർ ഒരു പരിക്കൻ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് പോവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ആ പൈപ്പ് ടൈറ്റ് ചെയ്തില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഈ ആംഗിൾ കോക്കിൻ്റെ ഏരിയകളൊന്നും പരിക്കിന് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ ആംഗിൾ കോക്ക് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അത് മൊത്തം ഇളകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം കണ്ടാൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഈ നമ്മൾ ഈ പറയുന്ന ഡൈവേർട്ടറിൻ്റെ ഏരിയ, സ്പൗട്ടിൻ്റെ ഏരിയ, ഇതെല്ലാം നല്ല രീതിയിൽ പരിക്കാൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും ആ പറയുന്ന ഫിറ്റിങ്സിന് യാതൊന്നും സംഭവിക്കില്ല. വർഷങ്ങളോളം നിലനിൽക്കും. അതായത് എത്ര വർഷം, 10 50 വർഷം വേണമെങ്കിലും ആ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിലനിൽക്കും. പണ്ടൊക്കെ നമ്മൾ GI ഉപയോഗിച്ചാൽ അതേ ലെവലിൽ കിട്ടും. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഭാവിയിലേക്കാണെങ്കിലും ഈ പറയുന്ന ടൈല് പൊട്ടിച്ച് ലീക്ക് മാറ്റേണ്ട അവസ്ഥ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബാത്റൂമിൻ്റെ അകത്ത് ഫിനിഷ് ചെയ്ത്, അതായത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുമാത്രമല്ല, ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ലൈക്ക് ചെയ്തേക്കുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.